മോഹൻലാൽ ആരാധകർക്ക് ഏറെ ആവേശമായാണ് ദൃശ്യം 3യുടെ പുതിയ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. സിനിമയുടെ ചിത്രീകരണം ഉടൻ തന്നെ ആരംഭിക്കും എന്നായിരുന്നു പുതിയ അപ്ഡേറ്റ്. അതിനു പിന്നാലെ തന്നെ ഇപ്പോൾ ദൃശ്യം 3ന്റെ ഹിന്ദി പതിപ്പ് ഒരുങ്ങുന്നതും തൻ്റെ കഥയിൽ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സംവിധായകനായ ജിത്തു ജോസഫ്. 3 പതിപ്പും ഒരുമിച്ച് ഇറക്കുവാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ടെന്നും ജിത്തു ജോസഫ് പറയുന്നു. മലയാളം വേർഷനിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ കഥയുമായിട്ടാണ് ഹിന്ദി ദൃശ്യം 3 ഒരുങ്ങുന്നതെന്ന നേരത്തെ ചില റിപ്പോർട്ടുകളും വന്നിരുന്നു. എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങൾ തള്ളിയിരിക്കുകയാണ് സംവിധായകനായ ജിത്തു ജോസഫ്. മലയാളത്തിൻ്റെ അതേ പതിപ്പ് തന്നെയാണ് ഹിന്ദിയിൽ ഒരുങ്ങുന്നത് എന്നും സ്ക്രിപ്റ്റ് പൂർത്തിയായാൽ ഉടൻ ബോളിവുഡ് നിർമ്മാതാക്കൾക്ക് കൈമാറുമെന്നും ജിത്തു ജോസഫ് പറഞ്ഞു. ദൃശ്യം 3 മലയാളം പതിപ്പിൻ്റെ ചിത്രീകരണം ഒക്ടോബറിൽ തുടങ്ങുമെന്ന അപ്ഡേറ്റ് ആശീർവാദ് സിനിമാസ് പങ്കുവച്ചിരുന്നു. ക്യാമറ വീണ്ടും ജോർജ് കുട്ടിയിലേക്ക് തിരിയുന്നു, ഭൂതകാലം ഒരിക്കലും നിശബ്ദമായിരിക്കില്ല എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പുറത്തു വന്നത്. വീഡിയോയിൽ ജിത്തു ജോസഫിനൊപ്പം മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂരിനെയും നമുക്ക് കാണാം. മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം. ജോർജ് കുട്ടിയും കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളും മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ ഒരു രണ്ടാം ഭാഗവും സിനിമയ്ക്ക് ഉണ്ടായി. ഇന്ത്യയും കടന്ന് ചൈനീസും കൊറിയനും സിംഹളയും ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് ചിത്രം റീമേക്കും ചെയ്യപ്പെട്ടിരുന്നു. തമിഴിൽ കമൽഹാസനും തെലുങ്കിൽ വെങ്കടേഷും ഹിന്ദിയിൽ അജയ് ദേവ്ഗണുമായിരുന്നു നായകന്മാരായി രംഗത്ത് വന്നത്.